എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് നമ്മുടെ സംഗീത സംവിധായകനെതിരെ കേസുള്ളത്. സംഗീത സംവിധായകൻ ഷാ റഹ്മാനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു എന്ന റിപ്പോർട്ട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നു. ഇത് കൊച്ചി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത ദിശയുമായി ബന്ധപ്പെട്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന കമ്പനി നൽകിയ പരാതിയിലാണ് ഷാൻ റഹ്മാനെതിരെ കേസ്. പക്ഷേ ഷാൻ റഹ്മാൻ മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ചു. പക്ഷേ ഷാ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു. എങ്കിലും ഇതുവരെ ഷാൻ റഹ്മാൻ ഹാജരായിട്ടില്ല. ഷാ റഹ്മാൻ്റെ നേതൃത്വത്തിൽ എറ്റേണൽ റീപ്രൊഡക്ഷൻ എന്ന മ്യൂസിക് ബാൻഡ് ജനുവരി 23 കൊച്ചിയിൽ നടത്തി. ഉയരെ എന്ന പേരിലുള്ള സംഗീത ദിശയുമായി ബന്ധപ്പെട്ടാണ് ഇത് നടത്തിയത്. സാമ്പത്തിക തർക്കവും വഞ്ചനാ കേസും ഉയരെ സംഗീത ദിശയുടെ സംഘാടനം ഏറ്റെടുത്ത് കൊച്ചിയിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പരിപാടിയുടെ പ്രൊഡക്ഷനും താമസം, ഭക്ഷണം, പാർക്കിംഗ് ഗ്രൗണ്ട് ഇതിനെല്ലാത്തിൻ്റെയും തുക ആ കമ്പനിയാണ് നൽകിയിരിക്കുന്നത്. അവർക്ക് യാതൊരു തുകയും ഷാൻ റഹ്മാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ 38 ലക്ഷം രൂപ ചിലവായി എന്നാണ് കമ്പനി പറയുന്നത്. 5 പൈസ പോലും തിരികെ ലഭിച്ചില്ല. ഈ കമ്പനി ഉടമ നിജുരാജിൻ്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. നിജുരാജ് പണം ചോദിച്ച് ഷാൻ റഹ്മാനുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തുകയും തന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്നുമൊക്കെ ആരോപിച്ചതാണ് പരാതിയിൽ പറയുന്നത്. അങ്ങനെ സഹികെട്ടാണ് ഷാൻ റഹ്മാനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ് കൊടുത്തിരിക്കുന്നത്.